പാണക്കാട്ട് ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് സോണിയാഗാന്ധി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇതിനകം? അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ ഇപ്പോൾ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ ഇതല്ല. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF ആണെന്ന് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ തീരുമാനം. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ പിന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടുത്തി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നേക്കും. മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശനാണോ ലീഗ് പിന്തുണക്കുന്നത്? സായിബ് ഞാൻ പോവാ. അല്ല, ഇനി ചോദ്യങ്ങളില്ല. സെറ്റ് ലീഗിന്റെ കാര്യം സെറ്റാണ്. ലീഗ് റെഡിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നാൽ ഉടനടി തൊട്ടു പിന്നാലെ ലീഗിന്റെ കാര്യങ്ങളിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എല്ലാം ചർച്ചകൾ കൃത്യമായി നടന്നിട്ടുണ്ട്. ആരൊക്കെ കസേരകളിൽ ഇരിക്കും എന്നുള്ള കാര്യങ്ങളടക്കം ലീഗിൻ്റെ തീരുമാനമായിട്ടുണ്ട്. പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട്ട് തങ്ങളെ അവിടെ തീരുമാനം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചില കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരോട്, ചില ആളുകൾ കേട്ടോ, എല്ലാവരും അല്ല കേട്ടോ, ചിലത് എന്ന് പറഞ്ഞാൽ 1, 2, 3 അതിനപ്പുറം പോകില്ല, അങ്ങനത്തെ ചില ആളുകളോട് പറയാനുള്ളത് ഇതാ, ഇങ്ങനെയാണ് വാർത്താ സമ്മേളനം നടത്തേണ്ടത്. എങ്ങനെ? ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ, മനസ്സിലായില്ലേ? എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ലീഗിനോ കോൺഗ്രസിനോ മുന്നണിക്കോ UDFനോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുത്തോ കോമയോ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലോ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്തു. ഇപ്പോൾ ലീഗ് നേതൃയോഗം കൂടുന്നു എന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും കയറും പൊട്ടിച്ച് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഇനി അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട്. എന്നാ എന്തെങ്കിലും കിട്ടുമോ? കിട്ടൂല. അതാണ് കുഞ്ഞാലിക്കുട്ടിയാണ് മാധ്യമങ്ങളെ കാണുന്നത്. സംസാരിക്കുന്നത് കുഞ്ഞാപ്പ സംസാരിക്കുന്നതാണെങ്കിൽ പിന്നെ അവിടുന്ന് ഒന്നും കിട്ടൂല. അത് ആർക്കും ഒന്നും കിട്ടൂല. അതാണ് സംസാരം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണത്? തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ തീരുമാനമായിട്ടുണ്ട്. ആൻഡ് ഹൈക്കമാൻഡ് തീരുമാനം വന്ന ഉടൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പത്രങ്ങളെ മാധ്യമങ്ങളെ കാണും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ തീരുമാനം ഏത് നിമിഷവും, ചിലപ്പോൾ ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ തീരുമാനം വന്നേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി, അങ്ങനെ ചില തീരുമാനങ്ങൾ കൂടി ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നേതൃയോഗം കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ വിളിച്ചു പറയും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അവിടെ തീരുമാനങ്ങളായിട്ടുണ്ട്. ലീഗിൻ്റെ മന്ത്രിമാരൊക്കെയാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങളിൽ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇടയിൽ അവിടെയും ഇവിടെയും ഒക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്, നിരാശയുണ്ട്, ഒക്കെ ഉണ്ട്. ശരിയാണ്. അത് ഈ തീരുമാനം വൈകുന്നതിലുള്ള വിഷമമാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട്, നിരാശയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു പോരായ്മയുള്ളത് കൊണ്ട്
ഒന്നായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കി, പ്രതിരോധമുണ്ടാക്കി, അല്ലെങ്കിൽ കോൺഗ്രസിന് കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും പോകാൻ ലീഗ് തയ്യാറല്ല. ലീഗ് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കി പോക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ലീഗിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം നേതൃയോഗത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത് അല്ലേ? നേതൃയോഗത്തിൽ കൃത്യമായി ചർച്ചകൾ ഉണ്ടായി. ചർച്ച ചെയ്ത് തീരുമാനം പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രഖ്യാപിക്കാത്തത് ഇരിക്കുന്നതിന് മുമ്പ് കാലുന്നിട്ട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാലേ ഈ പ്രഖ്യാപനത്തിന് പ്രസക്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയാണ്. ആ മര്യാദയുടെ ഭാഗമായിട്ട് പ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് തങ്ങൾ മാധ്യമങ്ങളെ കാണാത്തതിൻ്റെയും കാരണം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണാത്തതിൻ്റെ കാരണം കൃത്യമായിട്ടതാണ്. അവിടെ തീരുമാനങ്ങളായിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ പറയേണ്ട സമയമായിട്ടില്ല. ആ സമയമാകാത്തത് കൊണ്ട് മാത്രമാണ് പറയാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ മാധ്യമങ്ങളെ കാണാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമങ്ങളെ കണ്ടത്. അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതും, തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, തങ്ങൾ പ്രഖ്യാപിക്കും. അപ്പം തങ്ങൾ പ്രഖ്യാപിക്കണമെങ്കിൽ തീരുമാനം ആവണമല്ലോ. അപ്പം ലീഗിൻ്റെ കാര്യത്തിൽ ലീഗ് സെറ്റാണ്. ഇനി മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. എന്താണെങ്കിലും നമുക്കെല്ലാവർക്കും അതിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തീരുമാനം കൊണ്ട് വൈകുന്നതിൽ. തീരുമാനം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ തീരുമാനം കൂടെ വന്നാൽ മതി. അത് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ പറയുമ്പോൾ ഞാനിപ്പോൾ ഈ സ്വാഭാവികമായിട്ടുമുള്ള ഈ കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുഖ്യമന്ത്രി ചർച്ച നീളുന്നു, ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവൻ ഈ 2021 മെയ് 2-ാം തീയതി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് 18 ദിവസം കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ അധികാരമേൽക്കുന്നത്. രണ്ടാം തവണ അധികാരമേൽക്കാൻ 18 ദിവസം കാത്തിരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഓൾറെഡി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തിയാണ്. റിസൾട്ട് വന്നാൽ 18 ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു രണ്ടാമത് അധികാരത്തിലേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പും ഇതുപോലെ ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പലതവണ. ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ മന്ത്രിസഭ EMS മന്ത്രിസഭ വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 10-16 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ മന്ത്രിസഭ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 18 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായിട്ട് പല രീതിയിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ ആദ്യ മന്ത്രിസഭ ഉണ്ടാവാൻ മെയ് 19 റിസൾട്ട് വന്നു, മെയ് 25 6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആകുമ്പോൾ ഒരു 2 ദിവസം കൂടും. പക്ഷേ അത് കൂടിപ്പോകുമ്പോൾ നമുക്കും അതിൻ്റെതായ വിഷമമുണ്ട്, അതിൻ്റെതായ ഒരു നിരാശയുണ്ട് അല്ലേ? ഇത്രയും വലിയ ഒരു ജനവിധി, ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ചിട്ട് ആ വിജയത്തിൻ്റെ മാറ്റി കുറഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങൾ കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. അത് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയ അവസരത്തിൽ അങ്ങ് കയറി ഗോളടിക്കാം, തോൽവിയുടെ ആഘാതം അങ്ങ് കുറക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും വിട്ടുതരൂല. ഇതിപ്പോൾ ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചകളൊക്കെ മാറും. പിന്നെ ചർച്ചകൾ മറ്റു പലതുമാകും, മറ്റു പല രീതിയിലേക്കും ചർച്ചകൾ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതോടുകൂടി ഇതൊന്നും തീരാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു ആ ഗ്യാപ്പിൽ കയറിയിട്ട് കിട്ടിയ അവസരത്തിൽ ഗോളടിക്കാൻ ആരും നിൽക്കണ്ട. എന്താണെങ്കിലും ലീഗിൻ്റെ കാര്യങ്ങൾ സെറ്റാണ്, ലീഗിൻ്റെ മന്ത്രിമാരും റെഡിയാണ്. ഇനി കസേരയിൽ ഇരുന്നാൽ മതി. ആരൊക്കെയാണ് എന്നുള്ളത് പോലും തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഹൈക്കമാൻഡ് തീരുമാനം ഉണ്ടായാൽ ഉടൻ സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളെ കാണും, സാദിഖ് അലി തങ്ങൾ കാര്യങ്ങൾ പ്രഖ്യാപിക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില തീരുമാനങ്ങൾ ലീഗിന് കിട്ടിയിട്ടുണ്ട്, ചില എന്താ പറയേണ്ടത്, തീരുമാനങ്ങൾ ലീഗിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തീരുമാനങ്ങൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില നിർണായകമായ തീരുമാനങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ലീഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ
അതും കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുക. ആ ചാൻസ് അവർ മാക്സിമം യൂസ് ചെയ്യും. കാരണം ഇവരൊക്കെ താല്പര്യപ്പെട്ടതും ആഗ്രഹിച്ചതും പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരണമെന്ന കേരളത്തിലെ മാധ്യമങ്ങൾ. മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മൂന്നാമത് വന്നില്ലെന്ന് മാത്രമല്ല, ഭൂലോക തോൽവിയായി പിണറായി വിജയൻ മൂലക്കിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടാകും. അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ചൊറിച്ചിലുകൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും നടത്തുമെന്നുള്ള കാര്യവും അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അല്ലേ, അതങ്ങനെയാണല്ലോ. അത് ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ പിന്നെ അത് പുളിക്കാൻ തുടങ്ങണമല്ലോ അല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറയുമ്പോൾ അവിടെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് അല്ലേ? പിണറായി വിജയൻ വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുത്ത മാധ്യമങ്ങൾ അത് സംഭവിക്കാതെ പിണറായി വിജയൻ മൂലക്കിരിക്കേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ UDF കാരൻ പുളിക്കുന്നതാവും. അത് പുളിക്കുന്ന മുന്തിരിയായി മാറും. അത് പുളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗ്യാപ്പ് കിട്ടി, ഒരു ചാൻസ് കിട്ടി. ആ ചാൻസ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ലീഗിൻ്റെ കാര്യങ്ങൾ സെറ്റാണ്. അത് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടായാൽ ലീഗിൻ്റെ മന്ത്രിമാർ ആരൊക്കെയാ എന്നുള്ളതും പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.